പ്രിയപ്പെട്ട മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു, തോമസ് ജേക്കബ് സാർ, അങ്ങോട്ട് നോക്കിയാൽ പിന്നെ എല്ലാവരുടെയും പേര് പറയേണ്ട അത്രമാത്രം പ്രാധാന്യമുള്ളവരും വ്യക്തിപരമായി അടുപ്പമുള്ളവരുമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. ആദ്യമായി ഞാൻ മീഡിയ അക്കാദമിയെ അഭിനന്ദിക്കുകയാണ്. അത് ഈ വലിയൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് മാത്രമല്ല, ഇത്രയും പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, അനുഭവ സമ്പത്തുള്ള ആളുകളെ ഈ ചതുരമേശയ്ക്ക് ചുറ്റും അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതിനാണ്. സാധാരണ എല്ലാവരും ഒന്നിച്ച് കിട്ടുക ഒരു ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം ഫലം കിട്ടുന്ന ഒന്നായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ശ്രമങ്ങൾ നേരത്തെ പ്രസ് അക്കാദമി നടത്തിയിട്ടുണ്ട്. ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ശൈലി പുസ്തകങ്ങളുണ്ട്. എന്നാൽ ഒരാൾ പല പത്രം വായിക്കുകയും പല ചാനലുകൾ കാണുകയും ചെയ്യുന്നുണ്ടാകും. ഒരേ കാര്യം തന്നെ പല വാക്കുകളിലായിരിക്കും എഴുതുകയോ പറയുകയോ ചെയ്യുന്നത്. പണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പല പരിമിതികളുണ്ടായിരുന്നു, ഒരേ രൂപങ്ങൾ സ്വീകരിക്കുന്നതിൽ. ഞാൻ ദേശാഭിമാനി ചുമതലയിലേക്ക് ആദ്യം വരുമ്പോൾ അന്ന് ഇപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഇടയ്ക്ക് മാറ്റം വരുത്തി. 2ാം റൗണ്ടിലുള്ള എൻ്റെ വരവിലെ ചൈതി പുസ്തകത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് കുറേ മാറ്റം വരുത്തി. ആദ്യം ചില്ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പ് വേണ്ടെന്നായിരുന്നു കണ്ടിരുന്നത്. അത് അച്ചു നിരത്താനുള്ള സൗകര്യം കൂടി കണ്ടിട്ടുള്ളൊരു പ്രയോഗമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി. അപ്പോൾ പാർട്ടിക്കാരെന്നെ ഇത് പാർട്ടിയാണോ ഇരട്ടിപ്പുണ്ടാവില്ല. ചില്ലക്ഷം കഴിഞ്ഞാൽ പാർട്ടി എന്ന് എഴുതില്ല, ദേശാഭിമാനി പാർട്ടി എന്നാണ് എഴുതാറ്. അത് അന്നത്തെ ഒരു സൗകര്യം കൂടി. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്, വ്യാകരണ വിദഗ്ധന്മാരുടെ പലതും. ഞാൻ പിന്നെ രേഖകൾ നോക്കിയപ്പോൾ അതിന് പിൻബലം നൽകാവുന്ന ഒത്തിരിയേറെ വാദമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെയുള്ള പ്രയോഗത്തിലും നിന്ന് വ്യത്യസ്തമായിരുന്ന ഒന്നാണ്. ഇപ്പോൾ പക്ഷേ അത് മാറ്റം വരുത്തി, പൊതുവായുള്ള ക്രമീകരണത്തിലേക്ക് എത്തി. വാക്ക് എല്ലാ മാധ്യമങ്ങൾക്കും ഒരേപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ഓരോ പത്രത്തിനും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ടാവും, ഒരു ഐഡിയോളജി ഉണ്ടാകും. അത്തരം പത്രങ്ങൾക്ക് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും ഒരു സൂക്ഷ്മത ഉണ്ടാവും. ഞാൻ വിദ്യാർത്ഥി ചുമതലകളൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ ദേശാഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്ററായിട്ട് വരുന്നത്. ഒന്ന് സെബാസ്റ്റ്യൻ പോൾ അസോസിയേറ്റ് എഡിറ്ററാണ്. ഞങ്ങൾ ഒരു മുറിയിലാണ് ഇരിപ്പ്. ഞാൻ വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം, അദ്ദേഹത്തിൻ്റെ മേശ ഇങ്ങനെ ചിതറിയേ കിടക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മേശയും ചിതറിയേ കിടക്കണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ആളുകൾ എന്നെ നോക്കും, ഇതെന്ത് ഈ മേശ ഇങ്ങനെ കിടക്കണം, നമ്മൾ രണ്ടുപേരുടെ മേശ ഒരേപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ ചുമതല എടുക്കുന്ന ഘട്ടത്തിൽ ഈ അമേരിക്ക ഇറാഖ് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന ഒരു പ്രതീതി. അപ്പോൾ യുദ്ധമാണോ അധിനിവേശമാണോ, ഇതാണ് നമ്മുടെ അന്നത്തെ ഡെസ്കിലൊരു പ്രധാന ചർച്ച. ഞാൻ ചുമതല എടുക്കുന്ന ഘട്ടമാണ്. ഇപ്പോൾ ഗാർഡിയൻ ഉപയോഗിക്കുന്നത് വാർ, അഗ്രഷൻ, ഈ 2 വാക്കുകളാണ്. മലയാള പത്രങ്ങൾ പൊതുവെ ഉപയോഗിച്ചിരുന്നത് യുദ്ധം എന്നാണ്. ഇപ്പോൾ ശബ്ദധാരാവിൽ നോക്കുകയാണെങ്കിൽ 2 രാജ്യങ്ങൾ സൈന്യങ്ങളോടുകൂടി ഏറ്റുമുട്ടലാണ്. യുദ്ധം എന്നാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അമേരിക്ക ഇറാഖും ഒരേപോലെയാണ്. എന്നാൽ അധിനിവേശം അല്ലെങ്കിൽ ഇൻവേഷൻ, കടന്നാക്രമണം എന്ന പദം പ്രയോഗിക്കുമ്പോൾ തന്നെ വ്യാഖ്യാനമോ വിസ്തീകരണമോ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു പ്രതി ആ വാക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. ആ ചോദ്യം ഉയർന്നു വരും. എന്നാൽ നമ്മുടെ ഡെസ്കിൽ തന്നെ അന്ന് വലിയ വാദം ഉണ്ടായിരുന്നു. വൈകാരികത, യുദ്ധത്തിൻ്റെ ആ പ്രയോഗത്തിലുണ്ടാകുന്ന വൈകാരികത വായനക്കാരനിലേക്ക് ഈ അധിനിവേശം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടില്ല. മറ്റതൊരു വായനക്കാരനൊരു ഹരം പിടിപ്പിക്കുന്നതാണ്. വാക്ക് കേവലം വായനയ്ക്കുള്ള സുഖത്തിനുള്ള ഉപകരണം മാത്രമല്ല, ഒരു ആശയ സംവേദനത്തിൻ്റെ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുള്ള ഒന്നായിട്ടാണ് ഞങ്ങൾ പൊതുവെ കരുതുന്നത്. അതുകൊണ്ട് നീണ്ട ചർച്ചയ്ക്ക് ശേഷം അന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അധിനിവേശം, കിടന്നാക്രമണം, ഈ 2 വാക്കുകളാണ്. അന്ന് മലയാളത്തിൽ 2 പത്രങ്ങളാണ് ആ വാക്കുകൾ ഉപയോഗിച്ചത്. ബാക്കി എല്ലാ പത്രങ്ങളും യുദ്ധം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അന്ന് നമ്മൾ ഫാബിയനെ കൊണ്ടൊന്ന് എഴുതിച്ചു.
എൻ്റെ ആദ്യത്തെ പത്രത്തിലേക്കുള്ള പരിഭാഷ ഈ ഫാബിയൻ എന്ന് ഞാൻ തന്നെയാണ് മലയാളീകരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം തുടർച്ചയായിട്ട് ഇൻവേഷൻ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എല്ലാ പത്രങ്ങൾക്കും അതേപോലെ ആകണമെന്നില്ല. പിന്നെ ഒരു ചർച്ച വന്ന പദം ഗ്ലോബലൈസേഷൻ. അപ്പോൾ അതിൽ നല്ല മലയാളം നോക്കുന്നവർ ആഗോളീകരണം എന്നാണ് എഴുതുക. മാതൃഭൂമി ആഗോളീകരണം എന്ന് എഴുതുക, മനോരമയും ആഗോളീകരണമാണെന്ന് തോന്നുന്നു. ദേശാഭിമാനി വേറൊരു പദം തിരഞ്ഞെടുത്തത് ആഗോളവൽക്കരണം എന്നുള്ളതാണ്. ഭാഷാ പണ്ഡിതന്മാർ ആഗോളീകരണത്തിനൊപ്പമാണ് നിൽക്കുന്നെങ്കിലും ഈ രണ്ട് വാക്കും വേണമെങ്കിൽ പ്രയോഗിക്കുക. പക്ഷേ ഞങ്ങൾ കണ്ടത് ആഗോളവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് അടിച്ചേൽപ്പിക്കുന്ന പ്രക്രിയയാണെന്നൊരു അവബോധം വായനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അറിയാതെ രൂപം കൊള്ളും. എന്നാൽ ആഗോളീകരണം എന്നാണെങ്കിൽ സ്വാഭാവികമാണ്. അപ്പോൾ ടിനയുടെ കാലമാണ് ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്, മാർഗരറ്റ് താച്ചറുടെ. ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ ഗ്ലോബലൈസേഷൻ വരുന്നത്. മറ്റ് ബദലുകളില്ല, മറ്റു വഴികളില്ല. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിന് ചേരുന്ന വാക്ക് ആഗോളീകരണമാണ്. എന്നാൽ ഇത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ്, പ്രതിരോധിക്കേണ്ടതാണ് എന്ന ചിന്ത സൃഷ്ടിക്കാൻ പറ്റുന്ന വാക്ക് ആഗോളവൽക്കരണമാണ്. അപ്പോൾ അത് ഗ്രാമർ മാത്രം, വ്യാകരണം മാത്രം നോക്കിക്കൊണ്ട് ഒരു വാക്കിലേക്ക് എത്താൻ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് പൊതുസമ്മതി നിർമ്മിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതിൽ ഇത്തരം ചില കാഴ്ചപ്പാടുകൾ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടാകും. എന്നാൽ പൊതുവെ ഉപയോഗിക്കാവുന്ന ഒത്തിരിയേറെ വാക്കുകളുണ്ട്. ഇപ്പോൾ ദേശാഭിമാനി തന്നെ ഒത്തിരിയേറെ വാക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ കുഴിബോംബ് PGയുടെ സംഭാവനയാണ്. കരിഞ്ചന്ത. ഇന്ന് പക്ഷെ അത് ആ രൂപത്തിൽ തന്നെ പ്രയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ അത് പ്രയോഗത്തിൽ സാധൂകരണം കിട്ടിയ വാക്കുകളാണ്. വിവരസാങ്കേതിക വിദ്യ. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചാണ് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം. പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഈ ചങ്ങാത്ത മുതലാളിത്തം എന്നത് അങ്ങോട്ട് ഒരു സ്വീകാര്യത വന്നു ആ വാക്കിന്. അപ്പോൾ പിന്നെ ചങ്ങാത്ത മുതലാളിത്തത്തിനൊരു പോസിറ്റീവ് ചിന്ത സൃഷ്ടിക്കില്ലേ? യഥാർത്ഥത്തിൽ ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ പിന്തുണ ഉപയോഗിക്കുന്ന കോർപ്പറേറ്റുകളാണ്. ആ ഒരു ചങ്ങാത്താണ്. ആ ചങ്ങാത്തം യഥാർത്ഥത്തിൽ നേരെ വിപരീതമാണ്. പക്ഷേ ക്രോണി എന്ന വാക്ക് ചങ്ങാതിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് അന്ന് ഞങ്ങൾ ഒറ്റ വാക്കിലേക്ക് എത്തിയത്, ചങ്ങാത്ത മുതലാളിത്തം. പിന്നെ അതിന് മാറ്റം വരുത്തി. ഇടയ്ക്ക് നമ്മളൊന്ന് മാറ്റം വരുത്താൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ വായനാ സമൂഹത്തിലേക്ക് അത് ഉൾക്കൊള്ളുന്നില്ല. ഇടയ്ക്ക് നമ്മൾ സിംഗടി മുതലാളിത്തം, അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷേ മറ്റതങ്ങനെ സ്വീകാര്യത കിട്ടി. ചില വാക്കുകൾ സ്വീകാര്യത കിട്ടിയാൽ പിന്നെ അതിനെ മറ്റൊന്നുകൊണ്ട് ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാക്ക് പൊതുവെ നമ്മൾ ഇത്തരം പൊതുധാരണയിൽ മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് പറ്റുന്ന പൊതു ചർച്ചകളും ഒരു പൊതു ടെക്സ്റ്റ് ബുക്കും ഒരു ശൈലി പുസ്തകമൊക്കെ നല്ലതാണെങ്കിൽ പോലും ഇത്തരം ചില അടിസ്ഥാന ഘടകങ്ങൾ കൂടി മാധ്യമങ്ങൾക്ക് അവരുടെ തിരഞ്ഞെടുക്കലിനെ സ്വാധീനിക്കുന്നൊരു ഘടകമായി മാറും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വാക്കുകൾ തുടച്ചിപ്പോൾ സുരേഷ് ഉണ്ടല്ലോ, ദൃശ്യമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതായിരിക്കും? ഞാൻ നോക്കിയിട്ട് തീർച്ചയായും എന്നാണ്. ഞാൻ ഇപ്പോൾ സുരേഷ് ചോദിക്കുകയാണ്, അല്ല അവിടെ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും സുരേഷ്, ഒരു തീർച്ചയില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ തുടങ്ങുന്നത് തീർച്ചയായിട്ടും എന്നായിരിക്കും. ശരിയല്ലേ? ഞാൻ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നൊരു വാക്ക് തീർച്ചയായിട്ടും എന്നാണ്, അല്ലേ? ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോഴും സുരേഷ് ചോദിക്കുമ്പോൾ മാത്രമല്ല, ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും വരിക, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഒരു തീർച്ചയും കിട്ടിയിട്ടില്ലാത്ത വിഷയമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും സുരേഷ് അങ്ങനെ സംഭവിക്കാൻ ഇടയുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു ഒട്ടും നിശ്ചയമില്ലാത്ത കാര്യങ്ങളും ഈ രൂപത്തിലായിരിക്കും അവതരിപ്പിക്കുക. അപ്പോൾ അത്തരം ഓരോ ഘട്ടങ്ങളുണ്ട്. ഇനി ഇപ്പോൾ വരുന്നത് ഈ വാക്കുകൾക്ക് അർത്ഥപരിണിതി സംഭവിക്കും. ഇന്നലെ സൃഷ്ടിച്ച അർത്ഥമാകണമെന്നില്ല ഇന്ന് അതേ വാക്ക് തന്നെ സൃഷ്ടിക്കുന്നത്. വാക്ക് ഓരോ കാലവുമായി ചേർന്നാണ് നിൽക്കുന്നത്. വാക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ല. വാക്ക് ആശയ സംവേദനത്തിൻ്റെ ഉപകരണം എന്നതോടൊപ്പം തന്നെ ഓരോ ചരിത്ര ഘട്ടവുമായി ബന്ധപ്പെട്ടാണ് വാക്ക് നിൽക്കുന്നതും വാക്കുകൾക്ക് അർത്ഥപരിണിതി സംഭവിക്കുന്നതും. ഇന്നലെ ഉൽപ്പാദിപ്പിച്ച അർത്ഥമാകണമെന്നില്ല ഇന്ന് അതേ വാക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിലപ്പോൾ നേരെ ഘടകവിരുദ്ധമായ, തീർത്തും വിപരീതമായ ഒരർത്ഥം കാലാന്തരേണ ആ വാക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മാറ്റം സംഭവിച്ചെന്ന് വരാം. അപ്പോൾ അതും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. നിൽക്കുന്നില്ല. അതെ, അത്
ചില വാക്കുകൾക്ക് മാറ്റം വരും. പിന്നെ ഇന്ന് ഇവിടെ RS ബാബു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വളരെ സാധാരണമായ പ്രയോഗങ്ങൾ നമുക്കിന്ന് വിനിയോഗിക്കാൻ പറ്റില്ല. ഞാൻ 2ാം ഘട്ടം ദേശാഭിമാനി വന്നപ്പോൾ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ച ഘട്ടത്തിൽ അന്ന് ചർച്ച ചെയ്ത പ്രശ്നം ഇതൊരു കറുത്ത ദിനമാണ്, മറ്റേ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെങ്ങനെ ഇത് മാറ്റും, ബ്ലാക്ക് ഡേ എന്നാണ് ഇംഗ്ലീഷിലും വരുന്നത്. പക്ഷെ അന്നത്തെ കറുപ്പ് എന്ന അതിൻ്റെ ഒരു ചിന്തയല്ല ആധുനിക ലോകത്തിൽ ആ പ്രയോഗം സൃഷ്ടിക്കുന്നത്. അതൊരു വിവേചനത്തിൻ്റെ ഒരു, പക്ഷെ ഇപ്പോൾ കരിങ്കൊടി അത് ഇതൊക്കെ വരുന്നതാണ്, കരിദിനം, ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരും. അപ്പോൾ നമ്മുടെ പാട്ടിൽ നല്ല കരിദിനം എപ്പോഴും ആചരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ മാധ്യമങ്ങൾ മുമ്പേ സഞ്ചരിക്കേണ്ടി വരും. ഇന്നലെ ഒരു കരിദിനം അല്ലെങ്കിൽ ബ്ലാക്ക് ഡേ ഒരു എന്ന് വെച്ചാൽ രാഷ്ട്രീയമായതിൽ മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ വലിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായി, ദുരന്തങ്ങളുണ്ടായി. അപ്പോഴും ചിലപ്പോൾ വാക്ക് മാത്രമല്ല വർണ്ണവും മാറും. നമ്മുടെ ലേഔട്ടിൽ മാറ്റം വരും, ഒരു കറുത്ത ബോർഡർ വരും, അല്ലെങ്കിൽ ദുഃഖസൂചകമായി ദൃശ്യങ്ങൾ ആ രൂപത്തിൽ വർണ്ണങ്ങൾ ഉപേക്ഷിക്കും, ഒരു കറുത്ത പശ്ചാത്തലത്തിലേക്ക് ദൃശ്യങ്ങൾ മാറും. വാക്കിന് മാത്രമല്ല വർണ്ണത്തിന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുണ്ട്, ചിത്രങ്ങൾക്കുണ്ട്. അപ്പോൾ വാക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ചിത്രങ്ങളും ഉപയോഗിക്കുന്നത്. പത്രങ്ങളുടെ ലേഔട്ടുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളുടെ വിന്യാസം, ഇതിലെല്ലാം തന്നെ ഇത് വരുന്നുണ്ടെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അതുപോലെ ലിംഗനീതിയുടെ ഭാഗമായി അപ്പോൾ ഇന്നലെ ഉപയോഗിച്ച അതേ പ്രയോഗങ്ങൾ ഇന്ന് നമുക്ക് ഒരു സാധാരണ പ്രയോഗിക്കുന്നത് അന്ന് നിലനിന്നിരുന്നൊരു ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അന്ന് ഈ വിവേചനത്തിൻ്റെ ബോധമാണ് സമൂഹത്തിൽ ആധിപത്യമായ ഒരു ബോധം. ആ ബോധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അന്നത്തെ വാക്കിലും വാചകങ്ങളിലും വരുന്നത്. ഇന്നത് മാറാണ്. ഇന്ന് ആ ഒരു ലിംഗനീതിയിലേക്ക്, സാമൂഹ്യനീതിയിലേക്ക്, ഇത്തരം കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അതേപോലെ തന്നെ എല്ലായിടത്തും ചൂഷണം എന്നുള്ളത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുക. തൊഴിലാളി ചൂഷണം, മറ്റ് ചൂഷണം പോസിറ്റീവായി ഉപയോഗിക്കുന്ന ഒരു ഒറ്റ വാക്കുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രകൃതി ചൂഷണം. അത് പോസിറ്റീവാണ്. പ്രകൃതി ചൂഷണം ചെയ്തിട്ടാണ് പോകുന്നത്. ഇതേവരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ ആ വാക്ക് രണ്ടും കൂടി നിൽക്കുമ്പോൾ പോസിറ്റീവായിട്ടാണ്. ബാക്കി എവിടെ ഈ വാക്ക് ചേർന്നാൽ നെഗറ്റീവായിട്ട് അർത്ഥം ഉൽപ്പാദിപ്പിക്കുക. പക്ഷെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഒരു പാരിസ്ഥിതിക അവബോധം സമൂഹത്തിൽ ശക്തിപ്പെടുന്നതോടുകൂടി ഈ ചൂഷണം ചേർന്ന് നിൽക്കുന്നു എന്നതിനകത്ത് മാറ്റം വന്നു. അപ്പോൾ കാലവുമായി ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ, അർത്ഥപരിണിതി സംഭവിക്കുന്ന പദങ്ങൾ, വാക്കുകൾ, അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്. പിന്നെ സാധാരണ ഞങ്ങളൊക്കെ മാധ്യമ പ്രഭാഷണം പറയും, ഒരു അക്ഷരത്തിൻ്റെ വളവ് മാറുകയും കുറയുകയും ചെയ്താൽ രാഷ്ട്രീയം തലകീഴായും മറിയും. ഇപ്പോൾ ഒരു മാധ്യമം ഇന്നിപ്പോൾ ഗ്യാസിന് വില കൂടിയെന്ന് എഴുതുള്ളൂ, ഭരണം മാറിയ ഗ്യാസിന് വില കൂട്ടിയെന്ന് എഴുതാം. പ്രക്രിയ ഒന്നാണ്, വില മാറി, പ്രയോഗം മാധ്യമത്തിൽ രണ്ടാണ് വരുന്നത്. ഇപ്പോൾ മനോരമ കൂടി എന്ന് വായിക്കുകയാണെങ്കിൽ ദേശാഭിമാനി കൂട്ടി എന്ന് എഴുതി, അല്ലെങ്കിൽ ദേശാഭിമാനി കൂടി എന്ന് എഴുതുന്നിടത്ത് മനോരമ കൂട്ടി എന്ന് എഴുതി, മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. കൂടി എന്ന് വായിക്കുമ്പോൾ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മൾ അടുത്ത പേജിലേക്ക്, ഇഷ്ടമുള്ള ചരമ പേജിലേക്കോ മറ്റ് സ്പോർട്സ് പേജിലേക്കോ അറിയാതെ മറിക്കും. കൂട്ടിയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടും, ആരാ കൂട്ടിയത്? അതിന് ന്യൂസ് ഓർ ചർച്ച വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ പ്രസ്താവന വേണ്ട, വിശദീകരണ ലേഖനം വേണ്ട. ആ വാക്ക് തന്നെ ഒരു രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കും, ഒരു പ്രതികരണം സ്വാഭാവികമായിട്ട് വരും. കൂട്ടി, ആരാ കൂട്ടിയത്? ആ പദത്തിനകത്തൊരു പ്രതി ഒളിഞ്ഞിരിപ്പുണ്ട്. കൂടി, അതിപ്പോൾ ചൂട് കൂടുന്ന പോലെ, മഞ്ഞുരുകുന്നത് പോലെ, പൂ വിരിയുന്നത് പോലെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് കൂടി എന്ന വാക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂട്ടി എന്ന വാക്കാവുമ്പോൾ പെട്ടെന്ന് കൂടി ഒരു സമരസപ്പെടുത്തുന്ന വാക്കാണ്, കൂട്ടി സമരോത്സുകമാക്കുന്ന വാക്കാണ്. ഒരു അക്ഷരത്തിൻ്റെ വളവ് കൂടുമ്പോൾ രാഷ്ട്രീയം തലകീഴായി മറിയും. അപ്പോൾ വാക്കുകൾ സ്വാഭാവികമായി വന്നു ചേരുന്നതല്ല. നമുക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ വന്ന് ചേരുന്ന പോലെയല്ല, മാധ്യമങ്ങളിൽ തിരഞ്ഞെടുക്കുന്നതാണ്, ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതാണ്. ഞങ്ങളും ബോധപൂർവം തന്നെയാണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാറ്. ആ വാക്കിൽ, കുത്തിൽ, കോമയിൽ ഒരു ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം വായനക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ? നിഷ്പക്ഷമാണെന്ന് അവകാശപ്പെടുന്നവർക്കും ഒരു പക്ഷം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഒരു പത്രം നിഷ്പക്ഷമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും വിജയകരമായ പ്രൊഫഷണലിസം എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയാതെ തങ്ങളുടെ രാഷ്ട്രീയം നിഷ്പക്ഷമാണെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, ദൃശ്യങ്ങൾ ഒക്കെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് ആ പത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അപ്പം എന്തായാലും ഈ ഇന്നത്തെ കാലത്തിൻ്റെ ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഒരു റിഫ്രഷർ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞു ഞങ്ങളിടയ്ക്ക് ഈ ഒരു ബില്ലിൽ ഒരു മാറ്റം കൊണ്ടു, ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പോൾ സ്ത്രീകൾ പോലും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഹീ എല്ലാ നിയമത്തിലും ഹീ ആണ്, നമുക്ക് ഹീ മാറ്റി ഷീ ഓർ ഹീ എന്നാക്കാം. ഇടയ്ക്ക് കേമ്പർ ഒരു നിയമം കൊണ്ടുവന്നു, ഷീ അങ്ങോട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു, ഷീ ഇൻക്ലൂഡ്സ് ഹീ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവന്നു, ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അതിന് ഷീ മാത്രമേ ഉള്ളൂ, ഹീ ഇല്ല. ഷീ ഇൻക്ലൂഡ്സ് ഹീ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആളിലൊട്ടും സമ്മതിക്കില്ല, ഷീ മാത്രം മതി. അപ്പോൾ ഞാൻ ചിലരോട് ചോദിച്ചു, നിങ്ങൾ സ്ത്രീകളല്ലേ, നിങ്ങളിങ്ങനെ അല്ല സാർ, അത് ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഭയങ്കര പ്രശ്നം വരും. അവസാനം ഇപ്പോൾ നമ്മൾ ഷീ ഓർ ഹീ എന്നാക്കി ഒടുവിൽ പോകുന്ന നിയമത്തിൽ. അപ്പോൾ ട്രാൻസ്ജെൻഡർ വന്നിട്ടില്ല. അപ്പോൾ പണ്ട് ഇതൊന്നും പ്രശ്നമല്ല. പണ്ട് ഹീ എന്ന് പറഞ്ഞാൽ ഷീ എല്ലാം ഹീ ആണ് എല്ലാം. ഇപ്പോൾ അപ്പോൾ നിയമങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഞങ്ങളത് ഇന്നലെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. ഇന്നലെ ഈ വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സമാപനമായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ചർച്ച ചെയ്തത്. പിന്നെ അന്നത്തെ കാലത്തെ നിയമങ്ങൾ മനുഷ്യർ ഒരിക്കലും മനസ്സിലാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിൽ എഴുതപ്പെടുന്ന നിയമങ്ങളാണ്. ഇന്ന് എഴുതേണ്ട നിയമങ്ങൾ ഏറ്റവും സാധാരണക്കാരനായവനും ആദ്യ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നിയമങ്ങളായിരിക്കണം. അപ്പോൾ ടെർമിനോളജി മാറണം. അന്നത്തെ കാഴ്ചപ്പാടാണ്, അത് തന്നെ മാധ്യമങ്ങളിലും വരുന്നത്. അപ്പോൾ പരമാവധി ലളിതമായി എഴുതുക. ഇപ്പോൾ EMSൻ്റെ ഗുണം, ഒരിക്കലും EMSനെ ഏതോ ലേഖനം വായിച്ചിട്ട് എഴുതിയില്ല, ശക്തമായിട്ടാണ് എഴുതിയെങ്കിലും ഇവരെഴുതിയത് എന്താണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം എന്ന് EMS എഴുതുകയുണ്ടായി. അപ്പോൾ അത് പിന്നെ ഓരോ വായന സമൂഹത്തിലേക്ക് വരുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ ഭാഷാഭൂഷിയുടെ ഭാഷയായിരിക്കില്ല പത്രത്തിൻ്റെ ഭാഷ, പത്രത്തിൻ്റെ ഭാഷയായിരിക്കില്ല വനിതയുടെ ഭാഷ, വനിതയുടെ ഭാഷയാകുന്നില്ല ഇപ്പോൾ IT മേഖലയിൽ പുതിയ ആളുകൾക്ക് വരുന്ന ഭാഷ. അപ്പോൾ ഒരേ മാധ്യമ സ്ഥാപനത്തിൻ്റെ തന്നെ പല പ്രസിദ്ധീകരണങ്ങൾക്ക് അത് ഏത് സമൂഹത്തെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പ്രത്യേകത, ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഒത്തിരി ട്രോളിറങ്ങുന്നില്ലേ, ഇയാളിങ്ങനെ പ്രസംഗിച്ചത്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണ്, ഒരു ഫിലോസഫി എടുക്കുകയാണെങ്കിൽ ആ സമൂഹത്തോടെ പറയാം. പക്ഷെ ഇപ്പം അത് പറ്റില്ല. അപ്പോൾ വേറെ കേൾക്കുന്ന ആൾക്കൊന്നും ഇയാൾക്ക് എന്ത് പറ്റി എന്ന് തോന്നും. മറ്റൊരു ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരിക്കും. ഈ നേരിട്ട് കേട്ട ആളുകൾ ആ വിഷയം മാത്രമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ വലിയ സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഇത് വേറെ തരത്തിൽ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുമ്പോൾ തോന്നും, ഓ ഇതെന്ത് പറ്റി, ഇദ്ദേഹത്തിന് എന്ത് കുഴപ്പമുണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമാണത്. പക്ഷെ ദൃശ്യമാധ്യമങ്ങൾക്കും വരും, അച്ചടി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വായിച്ചാൽ മതി. ഇത് ദൃശ്യമാധ്യമം എല്ലാവരും കാണും. പ്രാസംഗികരുടെ ഇപ്പോഴത്തെ പരിമിതിയും പ്രധാനമായിട്ട് ഇതാണ്. ഇപ്പോൾ പ്രാസംഗികർ ആ സദസ്സിന് വേണ്ടിയാണ് സാധാരണ സംസാരിക്കുക. അപ്പോൾ കയ്യടി കിട്ടും. ഒരു പ്രതിഷേധ യോഗത്തിൽ ആഞ്ഞ കയ്യടി കിട്ടും, നല്ല കരഘോഷം കിട്ടുന്നൊന്ന് തീന്മേശയിൽ ഇരുന്ന് കാണുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ആ ഒറ്റത് തന്നെ രണ്ട് നിഗമനങ്ങളിലേക്ക് എത്തും. അതാണ് ഇന്നത്തെ ലോകത്തോടാണല്ലോ പ്രസംഗിക്കുന്നത്. ഇന്ന് പഴയ പോലെയല്ല, മറ്റ് സദസ്സിനോടാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ലോകത്തോടെ പ്രസംഗിക്കുന്നത്. കേൾക്കുന്നവർ ഏത് സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്ത വിലയിരുത്തലുകളിലേക്ക് എത്തും. അപ്പം അതിലിപ്പോൾ വരുന്നൊരു പ്രശ്നം, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രയോഗിക്കുന്ന ഭാഷകൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്, അച്ചടി ദൃശ്യമാധ്യമങ്ങളിലേക്ക്. അത് സാധാരണ പ്രയോഗങ്ങളാണ്. അത് തലക്കെട്ടുകളിലേക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൻ്റെ തന്നെ പൊതുവെ തലക്കെട്ടുകളിലേക്ക് വരുന്നുണ്ട്. തേച്ചൊട്ടിച്ചു എന്നിങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങളുണ്ട് വൈറലായി വരുന്നത്. ഇത് ദൃശ്യമാധ്യമങ്ങളിലും വരുന്നുണ്ട്, അച്ചടി മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള കയറ്റം അത് ചിലത് വായനക്കാരനൊക്കെ ആകർഷിക്കുമെങ്കിലും പൊതുവെ ഭാഷയ്ക്കും സംസ്കാരത്തിനും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഗുണപരമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അധിക സമയം നിങ്ങളുടെ കവർന്നെടുക്കുന്നില്ല. എന്തായാലും പൊതുവെ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒത്തിരിയേറെ വാക്കുകളുണ്ടാവും. പക്ഷെ പൊതുവെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സാഹചര്യങ്ങളിൽ ആ വാക്ക് തന്നെ പോരാതെ വരും ചില മാധ്യമങ്ങൾക്ക്. നമ്മൾ പൊതുവെ എത്തിച്ചേരുന്ന ഒരു പൊതുവായ വാക്കുണ്ടാകുമല്ലോ, ഇതിനിതായിരിക്കും നല്ലത്, ഇങ്ങനെയായിരിക്കും നല്ലത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സാഹചര്യം, പ്രയോഗിക്കുന്ന കാലം, അതിനനുസരിച്ച് ചിലപ്പോൾ ഈ പൊതു സ്വീകാര്യത എല്ലാ മാധ്യമങ്ങൾക്കും എടുക്കാൻ പറ്റുമോ എന്ന് വ്യക്തിപരമായി എനിക്ക് സന്ദേഹമുണ്ട്. എങ്കിലും പൊതുവെ
നമുക്ക് മലയാള ഭാഷയ്ക്കും ഇത് വളരെ സഹായകരമാണ്. 2000-ൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ മലയാളം ഈ കമ്പ്യൂട്ടിംഗ് ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവിൻ്റെ മണ്ഡലത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഫ്രീ കമ്പ്യൂട്ടിംഗ് നമ്മൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ അന്ന് വലിയൊരു ശില്പശാലയൊക്കെ നടത്തിയിരുന്നു. പല കീബോർഡുകളായിരുന്നു. ഞാൻ ആദ്യം കമ്പോസ് ചെയ്യാൻ പഠിച്ചത് മംഗ്ലീഷിലാണ്. പിന്നെ ദേശാമൽ എന്നപ്പോൾ ഹരിശ്രീയിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ സോഫ്റ്റ്വെയറിലേക്ക് മാറി. പക്ഷെ അപ്പോൾ ഓരോന്ന് മാറുമ്പോൾ നമുക്ക് കുറച്ച് കൈയുടെ വേഗതയ്ക്ക് കുറച്ച് കാലം പ്രശ്നമുണ്ട്. ഞാനൊരു 99 മുതൽ ഇതിൽ മാത്രം എഴുതുന്ന ആളാണ്. അവിടെ ഓഫീസിലേക്ക് അന്ന് ഞങ്ങൾ ദേശാമൽ വരുമ്പോൾ ആദ്യം ഇത് തുടങ്ങുകയാണ്. അപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. RS ബാബുവിനൊക്കെ അറിയത് വേണോ, പക്ഷേ എഴുതി തുടങ്ങിയവർ എന്തേ നേരത്തെ തുടങ്ങാതിരുന്നതായി. കാരണം ഞാനൊരു ദിവസം ട്രെയിനിലിരുന്ന് അടിക്കുമ്പോൾ ശ്രീരാധാകൃഷ്ണൻ പുറകെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണല്ലേ പണി. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ആചാര്യനായിട്ട് ഇങ്ങനെ. ഞങ്ങൾ മനോരമയോടൊപ്പം അതിന് മുമ്പോ ദേശാഭിമാനിയും DTP ആദ്യം DTPയിലേക്ക് മാറി. പക്ഷെ അവർ പിന്നെ അതിവേഗത്തിൽ ടെക്നോളജി പുതിയ കൊണ്ടുവരും. പക്ഷേ ആ മാറ്റം അപ്പോൾ അതിൽ ഇത് പുതിയ സാധ്യതകൾ ഈ നമ്മുടെ കമ്പോസിങ്ങിൻ്റെ ഭാഗമായി പുതിയ സാധ്യതകൾ മറിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് പകരമുണ്ടാകുന്ന മലയാള ഭാഷ വാക്കുകൾ ഇപ്പോൾ കുഴിബോംബൊക്കെ അങ്ങനെ വന്നതാണ്. പക്ഷേ പ്രയോഗത്തിൽ കിട്ടി. അപ്പോൾ അതിൽ പുതിയ വാക്കുകൾ വരും. ഓരോ വർഷവും പുതിയ വാക്കുകൾ ബോക്സ്ഫോർഡ് ഡിക്ഷണറിയിലൊക്കെ വരും, നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരം വാക്കുകളും പിന്നെ ചില വാക്കുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ആരറിയാതെ കിടന്ന വാക്കുകളുണ്ടാവും. പ്രത്യേക ഘട്ടത്തിൽ ഈ വാക്കുകൾക്ക് സവിശേഷ പ്രാധാന്യം വരും. അപ്പോൾ ആ വാക്കുകൾക്ക് നമ്മൾ ഉചിതമായ മലയാള പദം തിരഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിരന്തരം പുതുക്കി പോകാൻ കഴിയട്ടെ. അതിന് പറ്റുന്ന ഒരു അടിസ്ഥാന രേഖ ഇതിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരട്ടെ. മീഡിയ അക്കാദമിയുടെ ശ്രമവും ഇതുമായി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട ആളുകളുടെ തന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത ഗുണം വരുന്നത് പ്രൂഫ് വേണ്ടി വരുമോ? മനോരമ ഇടയ്ക്ക് നിർത്തി, വീണ്ടും തുടങ്ങിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേ, തുടങ്ങിയില്ല. പ്രൂഫ് ഇപ്പോൾ സോഫ്റ്റ്വെയറാണ്. പരിഭാഷ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേ കഴിയുമ്പോൾ ഇപ്പോൾ പുതിയ ചാറ്റ് ബോർഡൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ ഇതൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ വന്ന് ചാറ്റ് ബോർഡ് കുറേ ഗവൺമെൻറ്റുകൾ മാധ്യമങ്ങൾ ഇതൊന്നും വേണ്ടാത്തൊരു കാലത്തിലേക്ക് വിതറിങ്ങവേ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ഭാവിയിൽ സംഭവിക്കുമെന്നറിയില്ല ഇത്തരം ഇതിൻ്റെ പ്രയോഗങ്ങളുടെ ഭാഗമായി. അപ്പം അത്തരം പുതിയ ഇപ്പോൾ ദേശാഭിമാനിലെ പ്രൂഫുണ്ട്. പക്ഷെ പ്രൂഫ് വേണോ എഴുതും വാക്ക് തന്നെ. അപ്പോൾ അത്ര ഉറപ്പ് കിട്ടാവുന്ന രൂപത്തിൽ വാക്കുകളുണ്ടെങ്കിൽ വളരെ സഹായകരമായിരിക്കും. ഇത് ശൈലി പുസ്തകം വന്നാൽ മാധ്യമങ്ങളുടെ ഈ കമ്പോസിങ് സോഫ്റ്റ്വെയറിലേക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റണം. അങ്ങനെ വന്ന് അടിക്കുമ്പോൾ തന്നെ ശരിയായി വാക്ക് വന്നോളൂ. നമുക്കിപ്പോൾ പൊതുവായ എല്ലാവരും കൂടി വാക്കുകൾ തിരഞ്ഞെടുത്ത് അത് ഓരോ മാധ്യമങ്ങളുടെയും അതിൽ അവരുടെ കമ്പോസിങ് സോഫ്റ്റ്വെയറുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ വാക്ക്. അപ്പോൾ ആദ്യത്തെ 2 വാചകം അടിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അടിക്കുമ്പോൾ തന്നെ കുറേ വരുമല്ലോ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ശൈലി പുസ്തകം അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ആ വാക്ക് സ്വാഭാവികമായി തന്നെ വരും. അപ്പോൾ എഴുത്ത് കുറേ കൂടി സുഖകരമായി മാറും. അത് പ്രൂഫ് നോക്കുമ്പോഴും അതേ സോഫ്റ്റ്വെയർ തന്നെ വിനിയോഗിക്കാൻ കഴിയും. അപ്പോൾ അത് ചെക്ക് ചെയ്തോളും. അപ്പോൾ അത്തരം സാങ്കേതികവിദ്യയും ഇതിൻ്റെ തുടർച്ചയിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നതും മീഡിയ അക്കാദമി ചർച്ച ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തുടക്കത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ച് ഈ ചതുരമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.